എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് സബ് കോൺഷ്യസ് പ്രൊജക്ഷൻ എന്നാൽ എന്താണ്. നിങ്ങൾ ഈ ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പോൾ വീട്ടിൽ പുറത്തുനിന്ന് ആരെങ്കിലും വിരുന്നുകാരോ ആരെങ്കിലും റിലേറ്റീവ്സ് ഒക്കെ വരികയാണെങ്കിൽ അവർ അത്രയും നേരം ചിലപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് നോർമലായിട്ട് കളിച്ചുകൊണ്ടോ ചിലപ്പോൾ അവിടെ ഇരുന്ന പിള്ളേരായിരിക്കാം. പക്ഷെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ എക്സൈറ്റഡ് ആയിട്ട് കുറേ ഓവറായിട്ട് ഓടാ ചാടാ കളിക്കുക, കൂടുതൽ വികൃതി കാട്ടുക, കൂടുതൽ ഒച്ചയെടുക്കുക. നിങ്ങൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? അതെല്ലാം ഒരു തരം പ്രൊജക്ഷൻസ് ആണ്. ഒരു തരം അൺകോൺഷ്യസ്ലി വരുന്ന, സബ് കോൺഷ്യസ്ലി അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് വരുന്ന മറ്റുള്ളവരെ മുന്നിൽ ശ്രദ്ധ കിട്ടാനും അവരുടെ നല്ല വാക്കുകൾ കിട്ടാനും അവരുടെ സ്നേഹം കിട്ടാനൊക്കെ അവർ കാട്ടുന്ന കുറേ പ്രൊജക്ഷൻസ് ആണ്. അതിനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പ്രൊജക്ഷൻസ് എന്നാൽ എന്താണെന്ന് പറഞ്ഞുതരാൻ പറ്റുക. ഒരു വ്യക്തിയുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മാനസികമായ ഒരു വികാസത്തിന്, ഒരു സോളിൻ്റെ ഒരു വികാസത്തിന്, ഒരു കുട്ടിക്ക് നമ്മുടെ ഒരു വ്യക്തിയുടെ ഏറ്റവും സ്വഭാവവും ജീവിതവും എല്ലാം നിർണായകമായ പങ്കുവയ്ക്കുന്ന ഒരു അടിത്തറ എന്ന് പറയുന്നത് ഇന്നർ ചൈൽഡാണ്. അപ്പോൾ ആ ഒരു കുട്ടിക്കാലത്ത് കിട്ടേണ്ട, ഹെൽത്തി ആയിട്ട് മാറാൻ കിട്ടേണ്ട സ്നേഹം, നല്ല വാക്കുകൾ, പരിഗണന, കരുതൽ, വിശ്വാസം, അവനെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക, അവനോട് തന്നെയുള്ള വിശ്വാസം, സ്നേഹം, ആ ഒരു കുട്ടിയോടുള്ള വിശ്വാസം, അങ്ങനെ പലതുമുണ്ടല്ലോ. ആ സമയത്ത് ആ ഒരു ഇന്നർ ചൈൽഡിന്റെ പീരീഡിൽ കിട്ടേണ്ട സ്നേഹവും പരിഗണനയും വിശ്വാസവും എല്ലാം കിട്ടാതെ നിൽക്കുന്ന സമയത്ത് അത് ആ വ്യക്തിയിൽ ഒരു കുറവായി, ഒരു വിടവായി അവിടെ മാറുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കാണ്, ഞാൻ വളർന്നതെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് എൻ്റെ വീട്ടുകാരൊക്കെ എനിക്ക് നല്ല സ്നേഹവും കരുതലും വിശ്വാസവും പരിഗണനയും എല്ലാം തന്നിട്ടാണ്, നിങ്ങളൊരു പാരൻ്റാണ്, ഞാൻ എൻ്റെ കുട്ടിക്ക് എല്ലാം കൊടുത്തിട്ടാണ് വളർത്തിയത് എന്ന് പറയുമ്പോൾ അതല്ല ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്ത് കൊടുത്തു എന്നതല്ല ഇമ്പോർട്ടൻറ്റ്. ആ ഒരു കുട്ടി ആ ഒരു ചെറുപ്പത്തിൽ അത് എങ്ങനെ മനസ്സിലെടുത്തു, അതെങ്ങനെ ഡിഫൈൻ ചെയ്തു. നിങ്ങൾ ചിലപ്പോൾ അവന് ഒരുപാട് സ്നേഹം കൊടുക്കുന്നുണ്ടാവും, ഒരുപാട് കെയർ എല്ലാം കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് അവനെ പറ്റി നല്ലതായിട്ട് പറയുന്നുണ്ടാവും. പക്ഷെ അവൻ്റെ മനസ്സിൽ അതെന്താണ് ഡിഫൈൻ ചെയ്തത്? ആ ഒരു പ്രായത്തിൽ നമുക്ക് ലോജിക്കില്ല. ആ സമയത്ത് എന്താണ് മനസ്സിൽ അവനെ പറ്റി, ആ ഒരു കുട്ടിയെ പറ്റി വിശ്വസിക്കുന്നത്? ഈ ലോകം തന്നെ ഒരാളോട് പറയാണ്, നീ വളരെ സുന്ദരനാണ്, നീ വളരെ സുന്ദരിയാണ്. പക്ഷെ എല്ലാവരും പറഞ്ഞിട്ടും ആ ഒരു വ്യക്തിക്ക് മാത്രം തോന്നുന്നില്ല എന്നെ കാണാൻ സൗന്ദര്യം ഉണ്ടെന്ന്. അങ്ങനെ ഉണ്ടായിട്ട് എന്ത് കാര്യം? നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞതല്ല, മറ്റുള്ളവരാൽ നിങ്ങൾക്ക് നൽകിയ സ്നേഹത്തെ പറ്റിയല്ല ഇവിടെ പറയണേ. അവരെന്ത് വിശ്വസിക്കുന്നു, അത് ശരിയോ തെറ്റോ കള്ളോ എന്തോ ആയിക്കോട്ടെ, അത് തന്നെയാണ് ഇവിടെ. ആ ഒരു ചെറുപ്പത്തിൽ നിങ്ങൾ നിങ്ങളെപ്പറ്റി എന്ത് വിശ്വസിച്ചു, എന്ത് ഡിഫൈൻ ചെയ്തു, നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം എന്ത് ഭാവത്തിലാണ് രൂപീകരിച്ചു, അതാണ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ പല കാരണത്താൽ കിട്ടാതെ പോയ ഈ സ്നേഹവും പരിഗണനയും, അല്ലെങ്കിൽ കിട്ടിയിട്ടും ആ ഒരു മനസ്സ് സ്നേഹം കിട്ടിയില്ല എന്ന് വിശ്വസിച്ചതും എന്ന് തുടങ്ങിയ ഇതെല്ലാം കാരണം ഉണ്ടായ ഒരു അഭാവം വരും കാലങ്ങളിൽ അതൊരു പ്രൊജക്ഷനിലേക്ക് മാറുന്നു. ഇനി എന്തൊക്കെയാണ് പ്രൊജക്ഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓരോരുത്തർക്കുണ്ടായ അനുഭവങ്ങളും അവരുടെ ഇന്നർ ചൈൽഡ് പാറ്റേൺ അനുസരിച്ചാണ് ഓരോരുത്തർക്കും ഓരോ പ്രൊജക്ഷൻസും രൂപീകരിക്കുന്നത്. ചില ആളുകളിൽ ദേഷ്യം ഒരു പ്രൊജക്ഷനാണ്. ചില ആളുകൾക്ക് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരൊന്ന് പേടിക്കും, മറ്റുള്ളവർ അവരൊന്ന് ബഹുമാനിക്കുമെന്ന് തെറ്റായ വിശ്വസിച്ച് അവർ പോലും അറിയാതെ ചെറുപ്പത്തിൽ ചിലപ്പോൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അവരായിട്ട് അവരുടെ പല കാര്യങ്ങളും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതെല്ലാം വരും കാലങ്ങളിൽ അതൊരു സപ്രസ്ഡ് ഇമോഷനായിട്ട് കിടന്ന് പിന്നെ മാറുന്നത് ദേഷ്യത്തിലേക്ക്, ഒരു ദേഷ്യം നിറഞ്ഞ സ്ഥിരമായി ദേഷ്യം ഭാവമുള്ള ഒരു സ്വഭാവത്തിലേക്ക് മാറാണ്. അപ്പം അതൊരു പ്രൊജക്ഷനാണ്. അതേപോലെ തന്നെ മറ്റുള്ളവർ ഓവറായിട്ട് റെസ്പെക്റ്റ് ചെയ്യുക. അതും മറ്റുള്ളവർ ഓവറായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്താ? ചെറുപ്പത്തിൽ എപ്പോഴോ മറ്റുള്ളവരിൽ നിന്ന് കിട്ടാതെ പോയ അംഗീകാരത്തെ ഇപ്പോഴും ആ ഒരു മനസ്സ്, ആ ഒരു സബ് കോൺഷ്യസ് തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനു വേണ്ടിയാണ് അവർ മറ്റുള്ളവർ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നത്. കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ കൂടുതൽ നല്ല രീതിയിൽ പെരുമാറുമ്പോൾ അവർക്ക് ആ ഒരു ചെറിയ അവരുടെ വാക്കുകൾ പോലും അവർക്ക് ആ പണ്ട് കിട്ടാതെ പോയ ആ കാര്യങ്ങൾക്ക് വേണ്ടി തേടിക്കൊണ്ട് നിൽക്കുകയാണ് എപ്പോഴും. അതും ഒരു പ്രൊജക്ഷനാണ്.
എന്തിനേയും റിബലായിട്ട് പറയുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരെപ്പോഴും എന്തിനാണ് എല്ലാ കാര്യത്തിനും മറ്റുള്ളവർ എന്ത് പറഞ്ഞാൽ അതിന് റിബലായിട്ട് പറയും. അതങ്ങനെയല്ല, ഞാൻ പറയുന്നതാണ് ശരി. ഇവരുടെ ഉള്ളിൽ എപ്പോഴോ ഇവരെ പറ്റിയുള്ളൊരു വിശ്വാസമില്ലായ്മയുണ്ട്. ഈ ഒരു സംഭവം ഇവർ പറയുന്നത് ശരിയാണ്, ഇവരാണ് ഹീറോ, ഇവരാണ് ശരി എന്ന് സ്ഥാപിക്കാൻ ഇവരെ സബ് കോൺഷ്യസ് കാട്ടിക്കൂട്ടുന്ന ഒരു നാടകമാണ് ഈ റിബൽ. ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡ് പിടിച്ച്, എപ്പോഴും ഒരു ദേഷ്യഭാവമൊക്കെ പിടിച്ച്. അതെന്തിനാണ്? അവർ അങ്ങനെ പിടിച്ചാലാണ് അവർക്കൊരു ബഹുമാനം കിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആ ഒരു അവരെ പൂർണ്ണമായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതാവുന്ന സമയത്ത് അവർ അഭിനയിക്കുന്ന ഒരു പ്രൊജക്ഷനാണ് ഇത്. അങ്ങനെ നമ്മളിൽ എല്ലാവർക്കും പല രീതിയിൽ ചെറിയതും വലുതുമായിട്ട് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള പ്രൊജക്ഷൻസ് എല്ലാവരിലും ഉണ്ട്. നിങ്ങളുടെ ഗ്രോത്തിനെതിരായ, നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങൾക്ക് നിങ്ങളാവാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന പ്രൊജക്ഷൻസ് ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ പറയും, എനിക്ക് ഒട്ടും എൻ്റെ ദേഷ്യത്തെ മാറ്റാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ ഈ സ്വഭാവത്തെ ഞാൻ എപ്പോഴും മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടുതൽ വാല്യൂ നൽകും, ഞാൻ വേണ്ടാന്ന് വിചാരിച്ചാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ സംഭവിക്കുന്നത് ഇതെല്ലാം. അപ്പൊ നിങ്ങൾ മാറ്റേണ്ടത് നിങ്ങളെ ദേഷ്യത്തെയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്വഭാവത്തിന് വേണ്ടിയല്ല നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ ദേഷ്യത്തെ കുറയ്ക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സെൽഫ് ലവ്, നിങ്ങൾ അന്ന് കിട്ടാതെ പോയ, അന്ന് ആ ഒരു അഭാവം വീണ ആ ഒരു ഏരിയയിൽ നിങ്ങൾ അന്ന് സ്നേഹത്തെ വീണ്ടും നിറയ്ക്കുക. നിങ്ങൾ തന്നെ നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങളിലേക്ക് നിങ്ങൾ തന്നെ പരിഗണനയും നിങ്ങൾ തന്നെ വിശ്വാസവും എല്ലാം നൽകുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മാജിക്കലി ഈ ദേഷ്യവും ഈ പ്രൊജക്ഷൻസും പതിയെ ഡിസപ്പിയർ ആവുന്നത് കാണാം. അതാണ് ഇതിൻ്റെ അത്ഭുതം. നിങ്ങളിൽ അടങ്ങിയ, നിങ്ങൾക്ക് നിങ്ങളെ സെൽഫ് ലവിനെതിരായ, നിങ്ങളെ സ്നേഹിക്കാൻ പറ്റാത്തതിനെതിരായ, നിങ്ങളാവാനെതിരാവുന്ന കുറേ ഇതേപോലത്തെ പ്രൊജക്ഷൻസ് ഉണ്ടാവും. നിങ്ങളെ പറ്റി വിശ്വസിച്ച ലിമിറ്റിംഗ് ബിലീഫ്സിനെ ഉണ്ടാവും. ഇവയെല്ലാം റിലീസ് ചെയ്യാൻ, ഇവയെല്ലാം ക്ലിയർ ചെയ്യാനുള്ള ഒരു ചെറിയൊരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട്. ആ പ്രോഗ്രാമിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്, അതുവഴി മെസ്സേജ് അയച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്.